ഹലോ, അജിത്താണേ. അജിത്ത് ഡെയിലി വേബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ല് കറിയാണ്. ബീഫിൻ്റെ എല്ല് വാരിയിൽ വെച്ചൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ: ബീഫിൻ്റെ വാരിയിൽ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, 3 സവാള, ചെറിയ സവാള, അടിച്ചു വച്ചേക്കുന്ന ചോപ്പലിട്ട് അടിച്ച് കറക്കി വെച്ചേക്കുന്ന തക്കാളി 2 എണ്ണം, ഇടിച്ച് പഞ്ചറാക്കിയ വെളുത്തുള്ളി, ഇഞ്ചി, കട്ട് ചെയ്തിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില, പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കയും കറുകപ്പട്ട, ഗ്രാമ്പൂ, ഒരു സ്റ്റാർ, ഇതെല്ലാം കൂടെ ഇടിച്ച് ചതച്ച് പഞ്ചറാക്കി വെച്ചേക്കുന്ന നമ്മുടെ മസാലക്കൂട്ട്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി 1 സ്പൂൺ, പിന്നെ ഉപ്പും എണ്ണയും. കുക്കിങ്ങിലേക്ക് പോകും. അപ്പം നമ്മൾ കുക്കർ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ശകലം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ശകലം മഞ്ഞൾപ്പൊടി, എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ശകലം കറിവേപ്പില. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു. ആ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകമൊക്കെ പൊട്ടുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് സവാള ഇടാം. സവാള ഒന്ന് വാടാൻ വേണ്ടി ഇതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പ്, നമ്മൾ ഓൾറെഡി ബീഫിനകത്ത് ഇട്ടിട്ടുണ്ട്, എല്ലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അവിടെ ഇരുന്ന് ഒന്ന് വാടട്ടെ. നമ്മൾ സവാളയൊക്കെ ഉള്ളിയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇടിച്ച് പഞ്ചറാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി, അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ എല്ല് കറി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് കഴിഞ്ഞ വർഷം. അത് ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എല്ല് കറി ഉണ്ടെന്ന്. ഓക്കെ, എന്നാൽ എടുക്കുന്ന പറഞ്ഞിട്ട് കഴിച്ചു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അത് കണക്കാൻ ഞങ്ങൾ ഒരിക്കൽ മൂന്നാർ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും അതേ കടയിൽ കയറി രാത്രിയിൽ എല്ല് കറിയും പൊറോട്ടയുടെ കഴിച്ചു. ആ ഷോപ്പിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരിക്കൽ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, തീർന്നു എന്ന് പറഞ്ഞു. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. ആ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം നല്ല വാടിയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് അത് ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മളെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടിയല്ല, കുരുമുളക് പൊടി, ഞാൻ ഇതൊന്ന് വറുത്തു കേട്ടോ. ഇത് ചൂടാക്കിയായിരുന്നു. അത് നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്കില്ലേ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ എല്ല് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെള്ളം ഒഴിക്കാം. അതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന
മസാല കൂട്ടിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇച്ചിരി നേരം വന്നിരുന്ന് വെന്തൊക്കെ ഒന്ന് കുറുകട്ടെ. അപ്പം നമ്മളെ കറി ഏകദേശം റെഡിയാവാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ശകലം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു ശകലം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ സാദാ ജീരകമില്ലേ അതിൻ്റെയും പൊടി ഒരു ശകലം. ഇത് കഴിഞ്ഞ് ഒന്ന് ഇളക്കുക. അപ്പോൾ നമ്മൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.